ഹലോ ഗൈസ്, എല്ലാവരുടെയും ഓണം എവിടം വരെയൊക്കെ എത്തി. എനിക്കെന്താണെന്നറിയില്ല, ഓണമായിട്ടും ആ ഒരു ഫീല് കിട്ടുന്നില്ല. ഓണം എന്ന് മാത്രമല്ല, വിഷു ആണെങ്കിലും ഇപ്പം എന്ത് ആഘോഷമാണെങ്കിലും പഴയൊരു ഗുമ്മ കിട്ടാത്ത പോലെ. ഇനി ഇതെന്തെങ്കിലും അഡൽട്ടിങ്ങിന്റെ പ്രശ്നമാണോ അതോ മാരകമായ വല്ല അസുഖം വരുന്നതിന്റെ തുടക്കമാണോ എന്നറിയില്ല. പണ്ടൊക്കെ ഓണത്തിന് ഒരു മാസം മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങുമായിരുന്നെങ്കിൽ ഇത് ഓണത്തിന്റെ തലേദിവസമായിട്ടും ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. ഇനി ഇന്നും കൂടെ ഷോപ്പിങ്ങിന് പോയില്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് ഇതൊക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് അമ്മയും ഞാനും കൂടെ എന്തായാലും ഇറങ്ങി. ഇതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. നല്ല ക്ഷീണമുണ്ട്, പക്ഷെ നമുക്ക് ഇത് മാറ്റി വയ്ക്കാൻ വേറെ ദിവസമില്ല. പിന്നെ ഒന്നും എടുത്തില്ലെങ്കിലും അവിടെ പോയി കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണാമെന്ന് പറയണത് തന്നെ മനസ്സിൽ കുറച്ച് കുളിർമയുള്ള ഒരു കാര്യം. ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി ഇറങ്ങുമ്പോഴേക്കും എന്തായാലും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ തിരിച്ചിറങ്ങുമ്പോൾ മിക്കവാറും പാതിരാത്രിയാവും. ഈ വീഡിയോ എടുക്കലൊക്കെ കാണുമ്പോൾ നല്ല എനർജി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഷോപ്പിംഗ് തുടങ്ങുന്നല്ലേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മുടെ കൂടെ സാരി വാങ്ങാൻ വരുന്ന സമയത്ത് ഞാൻ ഒരു സൈഡിലേക്ക് മാറി നിൽക്കും, എന്താ ഇപ്പം ഇതിലൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം നല്ല മാറ്റമുണ്ട്. ഈ ഷോപ്പിങ്ങിൻ്റെ മുക്കാ ഭാഗവും ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് സാരിയുടെ അവിടെ തന്നെയാണ്. അതും ഞാൻ നോക്കി സമയം കളഞ്ഞിട്ട്. പിന്നെ എങ്ങനെയൊക്കെ പോയാലും ഒരു കറുപ്പ് ഡ്രസ്സിലാണ് നമ്മളവിടെ തിരിച്ചു വരില്ലല്ലോ. അങ്ങനെ കുറേ കറുപ്പ് കളക്ഷൻ നോക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഭംഗിയുള്ള കറുപ്പിന് എന്തുകൊണ്ടാണ് ഒരു മോശം കളറായിട്ട് ആളുകൾ പറയണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഈ സാരി ഫൈനലൈസ് ചെയ്തു. ഇത് അമ്മയ്ക്കും എനിക്കും കൂടി ഒരുമിച്ച് വാങ്ങിയതാണ്. അത് പിന്നെ അമ്മയുടെ എന്ന് പറയുമ്പോൾ എൻ്റെ ആണല്ലോ. എൻ്റെ എന്ന് പറഞ്ഞാൽ അമ്മയുടെയാണ്. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഡെയിലി സാരിയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ സാരികളും ഞാൻ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ജെൻസിൻ്റെ സെക്ഷൻ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് എനിക്കൊരു ക്ഷീണം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സൈഡിൽ പോയിരുന്നു. പക്ഷെ അമ്മ ഇപ്പോഴും ഫുൾ ഓണാണല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. പ്രായമായതിന് നല്ല മാറ്റങ്ങളുണ്ട്. പണ്ടത്തെ പോലെ 3-4 മണിക്കൂർ അങ്ങനെ നിൽക്കാനൊന്നും പറ്റുന്നില്ല. കഴിഞ്ഞു, രണ്ടാളുടെ എനർജി കഴിഞ്ഞു. ഇനി ഞങ്ങൾ സ്വിച്ച് ഓഫ് ആവുന്നതിന് മുന്നേ കടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങാന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞാൻ പൊതുവേ സോഷ്യലൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നെങ്കിലും ഇപ്പം ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. നിറയെ ആൾക്കൂട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പോകാനൊരു മടിയോ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തൊക്കെയോ തോന്നും. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഷോപ്പിംഗ് ഒക്കെ തീർത്ത് തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.